പൈസ ഒരിക്കലും അനാവശ്യമായൊരു സാധനമല്ല. പൈസയാണോ ജീവിതത്തിലെ എല്ലാം എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. പക്ഷെ പൈസ ഇല്ലാതെ എന്തെങ്കിലും കാര്യം നടക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് പൈസ സങ്കല്പത്തെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് അട്രാക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷെ അതിനും ഒരു വിധിയുണ്ട്. ആ വിധി അറിയുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ധനത്തെ ആകർഷിക്കാൻ പറ്റും. ഇത് മറ്റൊരു സീക്രട്ടും അല്ല, ഒരു സിമ്പിൾ സീക്രട്ട്. ആദ്യം വേണ്ടത് സെലക്ട് ചെയ്യണം. എനിക്ക് ഈ മാസം എത്ര എൻ്റെ ഇൻകം വേണം, എത്ര രൂപ എൻ്റെ കയ്യിലേക്ക് വേണം, വിധം ഏതോ ആയിക്കൊള്ളട്ടെ, എനിക്ക് ഈ മാസം എനിക്ക് വേണ്ട തുക എന്തെന്ന് ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റണം. ഫസ്റ്റ് സ്റ്റെപ്പ് സെലക്ഷൻ തന്നെയാണ്. ഇന്ന് ഞാൻ വിചാരിച്ചതിൽ വിചാരിച്ചേക്കാൾ കുറച്ച് കൂടുതൽ പണി കാണുമ്പോൾ നാളെ അത് കുഴപ്പമില്ല, എന്നാൽ പിന്നെ ഈ മാസം ഇത്ര കൂടുതൽ ചിന്തിച്ചാലോ എന്ന് വിചാരിക്കരുത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് രണ്ടാമത്തെ ഭാഗം ഞാനതിനെ കാണുന്നതോടെ അത് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. മീൻസ് എനിക്ക് ആ പൈസ വരുന്നു, അത് ഞാൻ ഫീൽ ചെയ്യുന്നു, എനിക്ക് കിട്ടി, ഞാൻ താങ്ക് യു പറയുന്നു. ഇത് സെക്കൻഡ് സ്റ്റെപ്പാണ് പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദിവസവും മാറിയാൽ അതിൽ ഊർജത്തിൻ്റെ ആവൃത്തി കുറയും, അത് കിട്ടാനുള്ള സാധ്യതയും കുറയും. ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യൂ, ആദ്യം സെലക്ട് ചെയ്യൂ, രണ്ടാമത് അതിനെ പ്രൊജക്റ്റ് ചെയ്യുക. മീൻസ് ആ പൈസ വന്നതായി കണ്ടുകൊണ്ട് എന്നും താങ്ക്സ് പറയുക, അതിനെ മനസ്സിലാക്കുക. മൂന്നാമതായി ചെയ്യേണ്ട കാര്യം എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ വിചാരിച്ച പോലെ ഇത്ര പൈസ എനിക്ക് വന്നു കളക്ഷൻ, അല്ലെങ്കിൽ ഏതാ വിധം എന്നുണ്ടെങ്കിൽ ഇത്ര ചെയ്യാൻ പറ്റി എനിക്ക്. സെക്കൻഡ് ഡേ കുറച്ച് കുറഞ്ഞു പോകുമ്പോഴത്തേക്കും അയ്യോ ഇതൊന്നും ശരിയാവും തോന്നില്ല, ഇന്നലെ എന്തോ സംഭവിച്ചു, ഒരു ഭാഗ്യത്തിന് കിട്ടിയതായിരിക്കും, ഇന്നതൊന്നും അല്ല എന്ന് വിചാരിക്കരുത്. ഇന്ന് കുറച്ച് കുറഞ്ഞാലും നാളെ അതിൻ്റെ ഇരട്ടി കിട്ടിയാൽ പോരെ, പ്രതീക്ഷിക്കൂ, ഉറപ്പിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കൂ. അങ്ങനെ നിങ്ങൾ 3 കാര്യം റെഗുലറായി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാലാമത്തെ കാര്യം കളക്ട് ഇറ്റ്, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ 4 സ്റ്റെപ്പ് ഓർമ്മിക്കുക. ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം, മറ്റൊന്ന് അതിനെ പ്രൊജക്റ്റ് ചെയ്യണം, മൂന്നാമത്തെ എക്സ്പെക്റ്റ് ചെയ്യണം, നാലാമത്തെ അതിനെ കളക്ട് ചെയ്യണം. ഈ രീതിയിൽ ഒരു മാസം ചെയ്തു നോക്കൂ, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കും, ജീവിതം സക്സസ്ഫുള്ളായി മാറും. ഓം ശാന്തി.